നിങ്ങളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിന്. മൊഞ്ചത്തീനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിന്. ഇനി ഇത് സ്ഥിരാക്കിയാലല്ലേ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്ന പശ്ചാത്താപം പടച്ചോൻ പൊരുത്തപ്പെട്ട്. അതാണ് മനസ്സിൽ പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ അത് പടച്ചോൻ പൊരുത്തുന്ന അർത്ഥം. കാര്യം നന്മയും തിന്മയും കൊണ്ടാണ് മനുഷ്യനുണ്ടാക്കുന്നത്. ഇപ്പം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും നീ എൻ്റെ ഹൂറിനാണ്, മറ്റതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അവിടെ എന്തിട്ടാണ് നഗ്നതമായ ഓരോ വ്യക്തികളാണ് അവിടെ ആണും പെണ്ണും ഉള്ളത്. സ്വർഗത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ല. സ്വർഗത്തിൽ എല്ലാവർക്കും നഗ്നതയാണ്. അതല്ല ആദോ ഹവ്വയും വന്നിട്ട് കണ്ണിന് കാഴ്ച കൊടുത്തപ്പോഴത്തേക്കും കണ്ടപ്പോൾ എന്താണ് അവർ നഗ്നതയാണെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? വിലക്കപ്പെട്ട കനി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നഗ്നത മനസ്സിലായി. കാരണം ആർക്കും അവിടെ കാഴ്ചയില്ല. അവർക്ക് അവിടെ കൂട്ടി ഇതേപോലത്തെ DX ഇങ്ങനെ കുത്തി കുത്തി ചൊറിയുന്ന കുരങ്ങ, ഇവരൊക്കെ നരകത്തിൻ്റെ വാസികളാണ്. ഇവൻ നരകവാസിയാണ്. മനസ്സിലായ? ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ കുത്തി കുത്തി പന്നിയിറച്ചി ഇന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം തിരക്കണത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മളിപ്പോൾ പാപം ചെയ്താലും ഇല്ലെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും വന്നിട്ട് നമ്മൾ തെറി പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ചെയ്തിട്ട് തെറിയാക്കണമെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? സത്യമാണ്. ഓപ്പണായി സംസാരിക്കുന്നവർ ഒരിക്കലും കള്ളം പറയില്ല. ശരിയാണ് ഹരീഷ. നമ്മൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതായത് ജീവൻ ഒന്നേ ഉള്ളൂ. ജീവിതമല്ല, ജീവിതം പലവരുടെ കൂടെ ജീവിച്ചു പോകുന്നത് പല ജീവിതമായിരിക്കാം. പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് ജീവൻ ഒന്നേ പടച്ചോൻ തന്നിട്ടുള്ളൂ. അപ്പോൾ ജീവൻ തരുമ്പോഴത്തേക്കും നമ്മൾ വന്നിട്ട് ചിലപ്പോൾ വന്നിട്ട് നല്ല രീതിയിൽ നടക്കുന്ന കെട്ടിയോളുമാർ, നല്ല രീതിയിൽ ഇബാദത്തോടെ പടച്ചോനെ മാത്രം നെഞ്ചിലേറ്റ് വരുന്നവർക്കൊക്കെ ചില പെണ്ണുങ്ങൾ വന്ന് കണ്ടില്ലേ, പ്രവാസിയുടെ ഭാര്യ വേറൊരാളുടെ കൂടെ ഓടിപ്പോയിന്ന്. അതെന്താണ്? ഭർത്താവ് നോക്കാത്ത കാരണമാണോ? നല്ലൊരു വീട് കൊടുക്കാത്ത കാരണമാണോ? സ്വർണം കൊടുക്കാത്തത് കാരണമാണോ? അത് കുഞ്ഞിന് അവൾ ജന്മം കൊടുക്കാത്ത കാരണമാണോ? അവനൊരു ആണത്വമാണെന്ന് തെളിയിക്കാത്തത് കാണാം? ഒന്നുമല്ല. ഇതൊരു വികാരമാണ്. ഇതെന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് 10-31 വയസ്സായിപ്പോൾ. എനിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയമാണ്. ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് കെട്ടിയവനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിനും എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും. ഞാൻ ആരെ ദ്രോഹിക്കുന്നില്ല. ഞാനിവിടെ ഒരു മാമാക്കച്ചവടം ചെയ്യുന്നില്ല. 4 പെണ്ണുങ്ങളെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വ്യഭിചാരം ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നടക്കുന്നു, ആരെയും ദ്രോഹിക്കാതെ. ഇവിടെ ഏത് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് അത് കുഴപ്പം? ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണല്ലോ കുഴപ്പം ഈ ഭൂമിയിൽ? എനിക്ക് ശരിയെന്ന് തോന്നണവരെ ഞാൻ സ്നേഹിക്കും. അത് ചിലപ്പോൾ 1 മണിക്കൂർ സ്നേഹിക്കും, 1000 ദിവസം സ്നേഹിക്കും, 3 വർഷം സ്നേഹിക്കും. അത് എൻ്റെ ഇഷ്ടം, എൻ്റെ സൗകര്യം, എൻ്റെ ശരീരമല്ലേ. നിങ്ങൾ വന്നിട്ട് കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, വിപണി അതൊക്കെ എന്താ പറയുമല്ലോ, കാശ് മേടിക്കണം. പിന്നെ എനിക്ക് അടിപൊളി, എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയണം, എനിക്ക് അടിപൊളി ഡ്രസ്സ് ഇടണം, എനിക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം, എനിക്ക് നല്ല സ്വർണം മേടിക്കണം, എനിക്ക് മേടിച്ച് തരാമോ എന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ എൻ്റെ ആഗ്രഹം പറയുമ്പോൾ എനിക്ക് അതിനുള്ള തുക എനിക്ക് അവർ തരും. മനസ്സിലായോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിച്ചിടും. ഞാനിപ്പോൾ ഈ മുല്ലപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ സ്നേഹിച്ച ചെക്കൻ തന്നതാണ്. എന്താ കുഴപ്പം? എന്താണ്? നീ ആലുവയിലല്ലേ എന്ന്? ഞാൻ ആലുവയിലല്ല. ഓക്കെ, ആലുവ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഹോൾസെയിൽ റീറ്റെയിലിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ആലുവയിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ ലോറി വന്നിട്ട് അവിടെ നിന്ന് ട്രിപ്പ് കയറ്റിയിട്ടാണ് നേരെ എറണാകുളത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. ശരിയാണ് ചേച്ചി. നമ്മളൊരു കാര്യം പറയട്ടെ, ഈ ദുബായിൽ 85% ലീവിങ് ടുഗദർ, സ്വന്തം കെട്ടിയവന്മാരെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന പെണ്ണുങ്ങളും അറിഞ്ഞുകൊണ്ട് ഭാര്യേനെ പറ്റിച്ച് ഒരു പെണ്ണിൻ്റെ കൂടെ ലീവിങ് ടുഗദറായിട്ട് നടക്കുന്നു എത്രയോ ആണുങ്ങളുണ്ടെന്ന് പറയും. 85%. ഓരോ പാർട്ടീഷൻ റൂമിൽ കയറി നോക്കിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞാൽ ഓടുമല്ല. മനസ്സിലായോ? കുവൈറ്റും ഖത്തറും പോലെ ഒന്നുമല്ല. അവിടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം കുവൈറ്റിൽ. എന്നാൽ മാത്രം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ദുബായിൽ അതൊന്നുമല്ല. എല്ലാ പാർട്ടീഷൻ റൂമിലും ഫിലിപ്പീനുകളിലെ ബോയ് ഫ്രണ്ട് വെച്ചേക്കണ്, അല്ല മലയാളികൾ. ഫിലിപ്പീനുകൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ് വെച്ചേക്കണത്. മനസ്സിലായോ? അതൊരു 65% ഫിലിപ്പീനിയൻ പെണ്ണുങ്ങൾക്ക് കാമുകൻ, നേപ്പാളി പെണ്ണുങ്ങൾക്ക് കാമുകൻ ആണുങ്ങൾ മലയാളികളാണ്. അതറിയോ നിങ്ങൾക്ക്? നമുക്കറിയാത്ത ഒന്നുമില്ല. അവർ കാശ് കൊടുത്ത് വ്യഭിചരിക്കുന്നു, ഇവർ കാശ് കൊടുക്കാതെ വ്യഭിചരിക്കുന്നു. എന്നാൽ വ്യഭിചാരമല്ല, തെറ്റായാലും അവർക്ക് തോന്നിയ തെറ്റാണ് തെറ്റ്. നമ്മളെ വന്നിട്ട് ഒരാളൊന്ന് കുറ്റം പറയാൻ വേണ്ടി എന്തോ യോഗ്യത എടുക്കണം. ആലുവയിൽ എൻ്റെ ഒരു പരിചയക്കാരൻ ഉണ്ട്. അതാണ് ചോദിച്ചത്. ആലുവയിൽ എൻ്റെ പരിചയക്കാരനുണ്ട്. എനിക്കറിയില്ലപ്പോൾ. എനിക്ക് ഉണ്ട് ഗേൾ ഫ്രണ്ട് ഫിലിപ്പീൻസ്. കുറേ കുവൈറ്റിലും അതിൻ്റെ ബാക്കിയാണ്. പാകിസ്ഥാനി
ഒരുപാട് പേര് പാകിസ്ഥാനികളും വെക്കുന്നുണ്ട്, ഒരുപാട് പേര് ഫിലിപ്പീൻസ് വെക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. അപ്പോൾ സ്പായിൽ എന്താ നടക്കുന്നത്? അപ്പോൾ അന്വേഷിക്ക്, നിങ്ങൾക്ക് സമയമുണ്ട് ഇപ്പോൾ അന്വേഷിക്ക് സ്പായിൽ എന്താ നടക്കുന്നത്. ഞാൻ എന്താ അവിടെ സെൻസസ് എടുത്ത് നടക്കണവളാ? 3GF ഉണ്ട് ഫിലിപ്പീൻസ്. എനിക്ക് മനസ്സിലായില്ല 3GF എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ടാണോ ന്യായീകരിക്കേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ശരി എനിക്ക് മാത്രമാണ് ശരി, കാണുന്ന നിങ്ങൾക്ക് തെറ്റായിരിക്കും, അത് നിങ്ങളുടെ കാഴ്ചപ്പാട്, അതെനിക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഞാനിവിടെ ആരെയും വഞ്ചിക്കുന്നില്ല. എനിക്ക് കെട്ടിയവനില്ല, എൻ്റെ വാപ്പയില്ല, എനിക്ക് ആങ്ങളമാരെ പറ്റിക്കല്ല. കാര്യം എനിക്ക് സെക്ഷുവലായിട്ട് ഏർപ്പെടാൻ പറ്റുന്ന ആകെ ഒരു ജീവിതത്തിൽ എനിക്ക് തന്നത് എൻ്റെ കെട്ടിയനാണ്. നമുക്ക് വാപ്പേനെ ആങ്ങളേനെ ചെയ്യാൻ പറ്റില്ല, അത് നിയമപരമായിട്ടും ഇതും അത് ശരിയല്ല. അപ്പോൾ എനിക്ക് വന്നിട്ട് ബോയ് ഫ്രണ്ടും ഇല്ല, എനിക്ക് ഭർത്താവും ഇല്ല, മരണപ്പെട്ടു പോയി. ഞാൻ എവിടെയാണ് അവിടെ തെറ്റുകാരിയാവണേ? എവിടെ ഞാൻ അവിടെ തെറ്റുകാരിയാവണം? നമ്മൾ നാട്ടിൽ കെട്ടിയവനെ നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് കളിച്ച് ഒരാളെ കൂടെ കളിക്കണമെങ്കിൽ അത് തെറ്റാണ്. കാരണം അവൻ ജീവനോടുണ്ടാകുമ്പോൾ അവൻ്റെ വാല്യൂ എന്തായാലും നമ്മുടെ കൊച്ചിൻ്റെ വാപ്പയാണത്. എത്രയായാലും നമുക്ക് കൊച്ചുങ്ങൾ, ഞാനൊരു ഉമ്മയാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മച്ചിയല്ല എന്നുള്ള പേര് പ്രസ്ഥാനം മാറ്റി തന്നൊരു വ്യക്തി എൻ്റെ കെട്ടിയവനാണ്. അപ്പം ഞാൻ ഒരുപാട് ബഹുമാനിക്കണം. പുള്ളിക്കാരൻ്റെ കാല് കഴുകി ഞാൻ വെള്ളം കുടിക്കണം. മനസ്സിലായി? ആണെന്ന വർഗത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കാൻ എൻ്റെ കെട്ടിയവനെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭർത്താവിനെ ഞാൻ വഞ്ചിക്കുന്നില്ല. അപ്പോൾ അവിടെ എവിടെ ഞാനൊരു